സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിന്യൂസ് ഓൺലൈൻ ലേണിംഗ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് 9 ജോഗ്രഫിയുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ലെസൺ 1 ആയ സൺ ദി അൾട്ടിമേറ്റ് സോഴ്സിൻ്റെ പാർട്ട് 6 ആയിട്ടാണ്. അതായത് നമ്മുടെ ഈ ലെസൻ്റെ ലാസ്റ്റത്തെ ഭാഗമാണ്. ഇന്ന് നമ്മൾ പെർസിപ്പിറ്റേഷനും അതേപോലെ തന്നെ റെയിൻ ഒക്കേഴ്സ് ഡിഫറെൻ്റ്ലി എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തം കാണുക, പറയുന്നത് പോലെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറയുന്ന പോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് തുടങ്ങാം. Precipitation. Continuous condensation causes the droplets in the clouds to grow in size. Being unable to resist the gravitational force of the earth, the water droplets get released from the clouds and fall on the earth in different forms. This process is called precipitation. നമുക്കറിയാം എന്താണ് കണ്ടൻസേഷൻ. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ടൻസേഷൻ നടക്കുമ്പോൾ ഡ്രോപ്ലെറ്റ്സ് എന്താവും, ക്ലൗഡ്സിലുള്ള ഡ്രോപ്ലെറ്റ്സ് സൈസിൽ വളരാനായിട്ട് തുടങ്ങും, കൂടുതൽ സൈസിൽ വളരാനായിട്ട് തുടങ്ങും. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എർത്തിലേക്ക് ഏതൊരു സാധനത്തിനെയും ആകർഷിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു കല്ല് മേലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അതെന്താവും, എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം എങ്ങോട്ട് വരും, താഴേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താങ്ങാൻ വയ്യാതാവുമ്പോൾ ഡ്രോപ്ലെറ്റ്സ് ക്ലൗഡ്സിൽ നിന്ന് വീഴും, റിലീസായിട്ട് എർത്തിലേക്ക് പല പല രീതിയിൽ അതെത്തും. അതിനെ പറയണതാണ് പെർസിപ്പിറ്റേഷൻ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. 3 ടൈപ്പ് പെർസിപ്പിറ്റേഷനാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്: റെയിൻഫോൾ, സ്നോഫോൾ ആൻഡ് ഹെയിൽ സ്റ്റോൺസ്. ഹെയിൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ആലിപ്പഴം, റെയിൻഫോൾ നമുക്കറിയാം മഴ, സ്നോഫോൾ എന്ന് പറഞ്ഞാൽ മഞ്ഞ് വീഴുക എന്നുള്ളത്. ഇനിയുണ്ട്, ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ 3 എന്നുള്ളത് മാത്രം. These are the different forms of precipitation. The common manifestation of precipitation is in the form of water drops. This is the rainfall. മെയിനായിട്ട് കോമൺ ആയിട്ട് നടക്കുന്ന പെർസിപ്പിറ്റേഷൻ്റെ ഒരു രൂപമാണ് വെള്ളം തുള്ളികളായിട്ട് വരാവുന്നത്. അതാണ് റെയിൻഫോൾ, മഴ. When the temperature falls below 0 degrees Celsius, the precipitation reaches the earth in the form of tiny crystals of ice. This is snowfall. അതായത് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴുമ്പോൾ എർത്തിലേക്ക് എത്തുന്ന പെർസിപ്പിറ്റേഷൻ ചെറിയ ഐസിൻ്റെ ചെറിയ തരിതരികളായിട്ട് മാറും. അതാണ് സ്നോഫോൾ, മഞ്ഞിങ്ങനെ പെയ്യുക. നമ്മുടെ അവിടങ്ങളിലെല്ലാം കൂടുതലുണ്ടാവുക, കൂടുതൽ ഔട്ട് വിദേശ രാജ്യങ്ങളിലായിരിക്കും ഉണ്ടായിരിക്കുക, ലണ്ടൻ, പാരീസ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ. If the water droplets released from the clouds happen to pass through colder layers of the atmosphere, they may reach the earth in the form of ice pellets. This form of precipitation is called hailstones. അതായത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ക്ലൗഡിൽ നിന്ന് റിലീസ് ആകുമ്പോൾ അത് അറ്റ്മോസ്ഫിയറിലത്തെ കോൾഡർ, തണുത്ത ലെയേഴ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് എർത്തിലേക്ക് ഈ പെർസിപ്പിറ്റേഷൻ എത്തുക ഐസ് പെല്ലറ്റ്സ് ആയിട്ടാണ്, ഐസ് കട്ടകളായിട്ടാണ്, അതായത് ആലിപ്പഴങ്ങളായിട്ടാണ്. ഇതിനെയാണ് നമ്മൾ ഹെയിൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. വിച്ച് ഫോം ഓഫ് പെർസിപ്പിറ്റേഷൻ ഈസ് മോസ്റ്റ് ഫെമിലിയർ ടു യു? സോ നിങ്ങൾക്ക് ഏത് പെർസിപ്പിറ്റേഷനാണ് ഏറ്റവും ഫെമിലിയർ, നമ്മുടെ ഭാഗങ്ങളിൽ ഏതാണ് ഏറ്റവും കൂടുതലുള്ളത്? റെയിൻഫോൾ. ഇപ്പോൾ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്നോഫോൾ അവിടെയുള്ളതനുസരിച്ച് എഴുതേണ്ടി വരും. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് എടുക്കുകയാണ്, റെയിൻ ഒക്കേഴ്സ് ഡിഫറെൻ്റ്ലി. മഴ എപ്പോഴും എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല, പലതരത്തിലായിരിക്കും പെയ്യുക. ലെറ്റ്സ് സീ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൻഫോൾ. നമുക്ക് പലതരത്തിലുള്ള മഴയെക്കുറിച്ച് നോക്കാം. ലുക്ക് അറ്റ് ദ ഡയഗ്രാംസ് ഫിഗർ 1.20, ഫിഗർ 1.21, ഫിഗർ 1.22. Here you can see 3 types of rainfall. First one is orographic rainfall or relief rainfall. Second one is convectional rainfall and the third one is border rainfall. ഇങ്ങനെ 3 തരത്തിലുള്ള റെയിനാണുള്ളത്. ഓറോഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ റിലീഫ് റെയിൻഫോൾ, അതേപോലെ തന്നെ കൺവെക്ഷണൽ റെയിൻ, പിന്നെ തേർഡ് വൺ ആണ് ബോർഡർ റെയിൻ. ബോർഡർ റെയിനെ നമ്മൾ സൈക്ലോണിക് അതേപോലെ പലതരത്തിലുള്ള പേരിൽ അത് അറിയപ്പെടും. ഓക്കെ, അപ്പം നമുക്ക് ഇവരെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. ഈ പിക്ചേഴ്സ് നിങ്ങൾ ഓരോ റെയിൻ്റെ പിക്ചേഴ്സ് നിങ്ങൾ നല്ലോണം നോക്കണം. അത് വരയ്ക്കാനും അതിൽ മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ലേബൽ ചെയ്യാനും നിങ്ങൾക്ക് അറിയണം. അപ്പോൾ പിക്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇവരുടെ ഡെഫിനിഷനും പഠിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഓറോഗ്രാഫിക് റെയിൻഫോൾ ഓർ റിലീഫ് റെയിൻഫോൾ. The moisture-laden wind from the sea enters the land and moves upwards along the mountain slopes where it gets cooled and condensed to form
ക്ലൗഡ്സ്. ഇപ്പം നമ്മൾ പറയുന്നത് ഓറോഗ്രാഫിക് റെയിൻഫോളിൻ്റെ ഡെഫിനിഷനാണ്. ആദ്യം കൊടുത്തിരിക്കുന്ന പാരഗ്രാഫൊക്കെ ഓറോഗ്രാഫിക് റെയിൻഫോളിൻ്റെ പാരഗ്രാഫാണ് കേട്ടോ. അതൊക്കെ അതിൻ്റെ ആൻസറാണ്. അതായത് കടലിൽ നിന്ന് വരുന്ന കാറ്റ്, ആ കാറ്റിൽ എന്തുണ്ടായിരിക്കും? മോയ്സ്ചർ ഉണ്ട്, അതായത് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്. ആ കാറ്റ് കരയിലേക്ക് കിടന്നിട്ട്, ലാൻഡിലേക്ക് കടന്നിട്ട് നമ്മുടെ പിക്ചറിൽ കാണുന്നത് പോലെ അത്രയും വലിയൊരു മൗണ്ടെയിൻ സ്ലോപ്പിൻ്റെ ആ ആരോ മാർക്ക് കണ്ടില്ലേ, അങ്ങനെ കയറി വരികയാണ്. ആരോ മാർക്കിൽ കൂടെ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇങ്ങനെ കയറി വരുന്നു എൻ്റെ മേലെ കൂടെ. അപ്പം അങ്ങനെ കയറി വന്നിട്ട് അത് അവിടെ വെച്ച് തണുക്കുകയും പിന്നെ തണുത്തിട്ട് ഇറ്റ് കണ്ടൻസ് ടു ഫോം ക്ലൗഡ്സ്. കണ്ടൻസേഷൻ വഴി അത് ക്ലൗഡ്സ് ആയിട്ട് മാറുന്നു. ഓക്കെ. When the windward sides of the mountain receive heavy rainfall, the leeward sides do not receive rainfall due to the descending dry air. This type of rainfall is known as orographic rainfall or relief rainfall. അതായത് ഈ ആരോ മാർക്ക് കാണുന്ന സൈഡിൽ, അതായത് ഇങ്ങനെ നമ്മുടെ പറഞ്ഞു ഇവിടുന്ന് കാറ്റ് വന്നിട്ട് ഈ മൗണ്ടെയിൻ സ്ലോപ്പിൽ കൂടെ മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ആ അപ്വാർഡ് സൈഡാണ് വിൻഡ്വാർഡ് സൈഡ് എന്ന് പറയുന്നത്. അതായത് വിൻഡ് വന്ന് അടിക്കുന്ന സൈഡ്. അതിൻ്റെ അപ്പുറത്തെ സൈഡ്, ഒരു മൗണ്ടൻ രണ്ട് ഈ സൈഡ് ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് ലീവാർഡ് സൈഡ്. അതായത് നമ്മുടെ മൗണ്ടൻ്റെ വിൻഡ്വാർഡ് സൈഡ് നല്ല വലിയ ശക്തമായ മഴ ലഭിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ലീവാർഡ് സൈഡിന് മഴ ലഭിക്കുന്നില്ല. അത് ഡിസെൻഡിങ് ഡ്രൈ എയർ കാരണമാണ്. കാരണം മേഘം മൗണ്ടൻ്റെ വിൻഡ്വാർഡ് സൈഡ് വെച്ചിട്ടാണ് കൂളാവുന്നതും അങ്ങനെ ആവുന്നതും ഒക്കെ. അപ്പുറത്തെ സൈഡ് അതുകൊണ്ട് തന്നെ മഴ കിട്ടില്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരു റെയിൻഫോളിനെ പറയുന്നതാണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ ഓർ റിലീഫ് റെയിൻഫോൾ എന്ന് പറയുന്നത്. ഓക്കെ. The places situated at the leeward side of the mountains that do not receive any rainfall are referred to as rain shadow regions. അപ്പോൾ വിൻഡ്വാർഡ് സൈഡ്സിനാണ് നല്ല ഹെവി റെയിൻഫോൾ കിട്ടുക, ലീവാർഡ് സൈഡ്സിന് അവിടെ മഴ കിട്ടില്ല. അപ്പോൾ ആ ലീവാർഡ് സൈഡിൽ പെടുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തമിഴ്നാട്. അപ്പം അതുകൊണ്ട് തന്നെ കേരളം വിൻഡ്വാർഡ് സൈഡിൻ്റെ അവിടെ ആയതുകൊണ്ട് തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ സമയത്ത് കേരളത്തിന് നല്ല മഴ കിട്ടുമ്പോൾ ലീവാർഡ് സൈഡിലുള്ള തമിഴ്നാടിന് എന്ത് കിട്ടില്ല? മഴ കിട്ടില്ല. കാരണം ഇത് അപ്പുറത്തെ സൈഡായതുകൊണ്ട്. അപ്പോൾ ആ തമിഴ്നാടിനെ വിളിക്കുന്ന പേരാണ്, അങ്ങനെ ലീവാർഡ് സൈഡിൽ പെട്ടിട്ട് മഴ കിട്ടാത്ത സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് റെയിൻ ഷാഡോ റീജിയൻസ്. ഓക്കെ. സോ ഇനി താഴെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വെൻ കേരള റിസീവ്സ് സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻഫോൾ ദ വെസ്റ്റേൺ പാർട്സ് ഓഫ് തമിഴ്നാടു റിമൈൻ ഡ്രൈ. വൈ? ബിക്കോസ് ഓഫ് ദിസ് ഓറോഗ്രാഫിക് റെയിൻഫോൾ. സോ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി, ഇത്ര അധികം എഴുതണമെന്നൊന്നുമില്ല. ഇങ്ങനെ എഴുതിയാൽ മതി. കേരള റിസീവ്സ് സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻഫോൾ ദ വെസ്റ്റേൺ പാർട്സ് ഓഫ് തമിഴ്നാട് റിമൈൻ ഡ്രൈ. വൈ? അതാണ് ചോദ്യം. അതിൻ്റെ ആൻസറാണ്. നിങ്ങളിങ്ങനെ മാത്രം എഴുതിയാൽ മതി, ഇത്ര അധികം എഴുതണമെന്നില്ല. കേരള ലൈസ് ഇൻ ദ വിൻഡ്വാർഡ് സൈഡ് ഓഫ് ദി മൗണ്ടെയിൻ. സോ കേരള റിസീവ്സ് ഗുഡ് റെയിൻഫോൾ അറ്റ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. This is orographic rainfall or relief rainfall. The western part of Tamil Nadu remain dry because they are situated at the leeward side of the mountain that do not receive any rainfall, and they are known as, or they are referred to as, rain shadow regions. So when Kerala receives rain, Tamil Nadu does not get rain. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൊടുത്തുള്ളത് പോലെ എഴുതാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എൻ്റെ ഒപ്പം തന്നെ എഴുതാം. Then we can watch the video showing orographic rainfall. Okay. So I hope you have watched the video. Now next rainfall is convectional rain.
Before that, we have a small paragraph. You have learned the characteristics of equatorial climatic region. അവിടുത്തെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അവിടുത്തെ പ്രത്യേകതകൾ? ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഡെയിലി ആഫ്റ്റർനൂൺ റെയിൻസ് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദീസ് റീജിയൻസ്. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ്റെ അവിടെ വളരെ കൂടുതലായിട്ടുള്ള താപവും ടെമ്പറേച്ചറും അതേപോലെ തന്നെ എന്നും ആഫ്റ്റർനൂൺ സമയത്ത് നല്ല മഴയും ഉണ്ടായിരിക്കും. എന്നാൽ ഈ മഴ അത്ര നേരം ഉണ്ടായിരിക്കില്ല, വളരെ കുറച്ച് നേരം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ എയർ ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് റൈസസ് അപ്പ്. ഈ ഹൈ ടെമ്പറേച്ചർ കാരണം എയർ പെട്ടെന്ന് ഹീറ്റഡ് ആവുകയും അത് ഉയർന്നു പൊന്തുകയും ചെയ്യുന്നു. വാട്ട് ഈസ് ദിസ് പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കോൾഡ്? ഈ ഹീറ്റ് ട്രാൻസ്ഫറിന് എന്താണ് പറയുന്നത്? കൺവെക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ കൺവെക്ഷണൽ റെയിൻഫോൾ നമുക്ക് നോക്കാം. Cumulus clouds are formed by the cooling and condensation of rising warm air. ഉയർന്നുകൊണ്ടിരിക്കുന്ന വാമായിട്ടുള്ള എയറിൻ്റെ കൂളിങ്ങും കണ്ടൻസേഷനും വഴിയാണ് ക്യൂമുലസ് ക്ലൗഡ്സ് ഉണ്ടാകുന്നത്. നമുക്കറിയാം ക്യൂമുലസ് ക്ലൗഡ്സ് എന്താണെന്ന്. റെയിൻഫോൾ ഒക്കേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ക്ലൗഡ്സിൽ നിന്ന് മഴ പെയ്യും. അതെങ്ങനെയായിരിക്കും? ഈ മഴ തണ്ടറും ലൈറ്റ്നിങ്, അതായത് ഇടിവെട്ടും ഇടിമിന്നലോടും കൂടിയുള്ള മഴയായിരിക്കും ഉണ്ടായിരിക്കുക. ദിസ് റെയിൻ മോസ്റ്റ്ലി ഒക്കറിങ് ഇൻ ദ ആഫ്റ്റർനൂൺ. ഈ മഴ ആഫ്റ്റർനൂൺ സമയത്താണ് ഉണ്ടാവുക. ഡസ് നോട്ട് ലാസ്റ്റ് ലോങ്. കുറേ നേരത്തേക്ക് നീണ്ടു നിൽക്കില്ല, വളരെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുകയുള്ളൂ. ദിസ് ടൈപ്പ് ഓഫ് റെയിൻഫോൾ ഈസ് കോൾഡ് കൺവെക്ഷണൽ റെയിൻഫോൾ. ഇത്തരത്തിലുള്ള മഴയാണ് നമ്മൾ കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. This is a common phenomena in the tropical regions during summer. സമ്മർ സമയത്ത് ട്രോപ്പിക്കൽ റീജിയൻസിന് ഉണ്ടാകുന്ന മഴയാണ് കൺവെക്ഷണൽ റെയിൻഫോൾ. വാച്ച് ദ വീഡിയോ ഷോയിങ് കൺവെക്ഷണൽ റെയിൻഫോൾ. Next is border rain. There is always a difference in the atmospheric temperature over land and sea. അതായത് ലാൻഡിൻ്റെയും സീയുടെയും മേലെയുള്ള അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ എപ്പോഴും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇഫ് ദ എയർ ഓവർ ദ സീ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ എയർ ഓവർ ദ ലാൻഡ് ഇൻ ദ കോസ്റ്റൽ റീജിയൻസ്. കോസ്റ്റൽ റീജിയൻസിലുള്ള സീയുടെ മേലെയുള്ള എയർ ലാൻഡിൻ്റെ മേലെയുള്ള എയറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ the warm air will be pushed upwards causing the cloud formation and rainfall. അപ്പോൾ വാമായിട്ടുള്ള എയർ മേലേക്ക് പോവും. ഇത് കാരണം ക്ലൗഡ് ഉണ്ടാവുകയും മഴ ഉണ്ടാവുകയും ചെയ്യുന്നു. ദിസ് ടൈപ്പ് ഓഫ് റെയിൻഫോൾ ഈസ് കോൾഡ് ബോർഡർ റെയിൻ. ഇതിനെ സൈക്ലോണിക് അങ്ങനെ പലതരത്തിലുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാച്ച് ദ വീഡിയോ. All the functions of a living planet, the Earth, are regulated by the sun. The very existence of the biosphere is by direct or indirect dependence on the solar energy. നമ്മൾ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നമ്മൾ സോളാർ എനർജി അല്ലെങ്കിൽ സണ്ണിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ഭൂമിയിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത് സൂര്യൻ്റെ സഹായത്താലാണ്. ഈവൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഓൺ എർത്ത് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ അവൈലബിലിറ്റി ഓഫ് സൺഷൈൻ. നമുക്ക് പ്ലാന്റ്സ് വളരാനായിട്ട് സൂര്യൻ വേണം. പ്ലാന്റ്സ് ഇല്ലെങ്കിൽ നമ്മളില്ല എന്നാണ് അർത്ഥം, നമ്മുടെ ആനിമൽസ് ഇല്ല എന്നാണ് അർത്ഥം.
The case of human beings also is not different. All the atmospheric phenomena inevitable for the sustaining life on earth are controlled by solar energy. നമ്മൾ ഈ ഇതിലൊക്കെ കണ്ടപ്പോൾ നമ്മൾ സണ്ണിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്, ഇൻഡയറക്റ്റ്ലി ആയിട്ടും ഡയറക്റ്റ് ആയിട്ടൊക്കെ. There is a natural mechanism to retain the required amount of energy obtained from the sun and to send back the surplus. ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും കറക്റ്റ് എത്തിയില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രോബ്ലം ഈ ലോകത്ത് ഈ ഭൂമിയിൽ ലൈഫ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. The average surface temperature of the earth will vary with even the slightest variation in the energy flows, insulation and terrestrial radiation. ഇതിൽ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റി കഴിഞ്ഞാൽ it becomes a threat to the sustenance of life. നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. Now we have learned that human activities that cause changes in the atmospheric temperature. നമ്മുടെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും ഇതിലെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ മാറ്റം വരുത്തും. So let's control such unscientific practices and sustain our earth for the generations to come. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാം. അപ്പോൾ യു വാച്ച് ദ വീഡിയോ ആൻഡ് വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.